സാറുടെ നമ്മളൊക്കെ മലബാറുകാരൊക്കെ കാണുന്നത് പലപ്പോഴും സാറ് ചെയ്ത ആളുകൾ, സഹായം ചെയ്ത ആളുകൾ ചിലപ്പോൾ സാറ് തന്നെ അറിയില്ലായിരിക്കും അത് ചെയ്തിട്ടുണ്ടോ, അത് സക്സസ് ആയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ സാറ് മുമ്പിലെത്തൂ. ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാറ് ആരാണോ ബന്ധപ്പെടുത്തിയത് അതങ്ങ് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടി സാർ എന്താണ് ഈ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലാഭവും അല്ലെങ്കിൽ ഒരു നേരത്തെ നിങ്ങൾ പറഞ്ഞ വീടില്ലാന്ന്, പക്ഷേ പുള്ളി എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകൾ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സിസ്റ്റം തന്നെ ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഭരണാധികാരികൾ, ഉമ്മൻചാണ്ടി സാറെ പോലത്തെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ ആശിച്ചു പോകുന്നൊരു കാലഘട്ടം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിയമങ്ങളും ബ്യൂറോക്രസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറികടക്കാനുള്ള പ്രയാസമുള്ളത് കൊണ്ടും അതേപോലെ തന്നെ അത് ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത രീതിയിലൊക്കെ വരുന്ന സമയത്ത് സാറ് കാണിച്ചൊരു ഇച്ഛാശക്തി ഉണ്ട്. അത് ഉദ്യോഗസ്ഥർക്ക് ധൈര്യം കൊടുത്ത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സിസ്റ്റം മറികടന്നുകൊണ്ട്, അതായത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ, ഏറ്റവും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണാധികാരി എന്ന രീതിയിൽ ഏറ്റവും വലിയ എന്താ പറയുക വിലപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാവന. നമുക്കറിയാം കണ്ണൂർ വലിയ കൊച്ചി മെട്രോ പോലത്തെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും സാധാരണക്കാരെ കൈവിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും സാധാരണക്കാരായ മഹാത്മാഗാന്ധിയുടെ വാക്ക് പറഞ്ഞാൽ ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ അതിലേറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവൻ എങ്ങനെയാണ് ഉപകാരപ്പെടുക, ആ തരത്തിലുള്ള ഭരണം കൊണ്ട് കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയ നേതാവാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറുടെ മരണത്തിന് ശേഷവും അത് ആ ഒരു സേവനം തുടരുന്നു. അത് 10 മടങ്ങ് സ്ട്രോങ് ആയി തുടരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച മലബാർ മേഖലയിലൊക്കെ ഉമ്മൻചാണ്ടി സാറ് നൽകിയ സംഭാവന അത് വലിയ സംഭാവനയാണ്. ഇപ്പോൾ അവിടെ +2 പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ സമയത്ത് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുട്ടിക്കും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സാർ ഉണ്ടാക്കിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഹൈസ്കൂൾ പ്രശ്നം ഉണ്ടായ സമയത്ത് പുള്ളി അത് പരിഹരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും അതേപോലെ തന്നെ ക്ഷേമ പെൻഷനൊക്കെ ആ രീതിയിലൊക്കെയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ എന്നും പ്രചോദനമായിട്ട് അല്ലെങ്കിൽ ഒരു സംരക്ഷണമായിട്ട് നിന്നിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. പ്രവാസി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുണ്ടല്ലോ അല്ലേ? പ്രവാസി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനേക്കാൾ കൂടുതൽ മുൻപ് പ്രവാസി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ യുക്മ എന്ന് പറഞ്ഞ ഇവിടെ UK അസോസിയേഷനുകളുടെ ഒരു കോൺഫെഡറേഷനുണ്ട്. അതിൻ്റെ ദേശീയ പ്രസിഡൻ്റാണ്. 185ഓളം മലയാളി അസോസിയേഷനുകളുടെ കോൺഫെഡറേഷനാണ് യുക്മ. മനോജ് പിള്ളയാണ് സാർ. ഒരു KSU പ്രവർത്തകരുമായിട്ടെല്ലാം സാറ് മുഖ്യമന്ത്രിയൊക്കെ ആകുന്നതിന് മുൻപ്, മുഖ്യമന്ത്രിയൊക്കെ ആകുന്ന സാഹചര്യത്തിലാണ് സാറിന് ഒരുപാട് തിരക്കുകളിലേക്ക് സാറ് പോകുന്നത്. അതിനു മുൻപ് ഈ ജില്ലയിലെ എല്ലാ KSUക്കാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു സാധാരണ കോളേജ് തെരഞ്ഞെടുപ്പിൽ പോലും സാറ് ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. സാറിൻ്റെ ഒരു 30 വർഷക്കാലത്തിലധികം സാറ് MLA ആയിട്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിലും ഒരു 2000ങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ വരെ സാറ് സാധാരണ KSU പ്രവർത്തകർക്ക് കോളേജിൽ പോലും ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ഓരോ ക്യാമ്പസിലും ആളുകൾക്ക് പ്രവർത്തിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് അന്നൊക്കെ ഈ പല കോളേജുകളിലും സംഘർഷമുള്ള കാലഘട്ടത്തിൽ പോലും എല്ലാ കാര്യങ്ങളിലും സാറിന് ഒരു ശക്തമായ ഇടപെടൽ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. വലിയൊരു സംരക്ഷണമായിരുന്നു. അത് ഈ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെയുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ കോട്ടയം ജില്ലയിലെ KSU പ്രവർത്തകർക്ക് ഒരു നല്ല പിന്തുണയായിരുന്നു സാറ് ആ കാലഘട്ടത്തിൽ നൽകിയിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.